പ്രിയമുള്ളവരെ, ഈ വീഡിയോയിലൂടെ നമുക്ക് ആറുവരിപ്പാതയുമായി ബന്ധപ്പെട്ട ഒരല്പം വിശേഷങ്ങൾ പരിചയപ്പെടാനുണ്ട്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. പുത്രത്താണി പാലത്തിൻ്റെ മുകളിൽ നിന്നും ബ്രിഡ്ജിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചകളാണ് ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതേ കാഴ്ച നമ്മൾ രാത്രി കാണുമ്പോൾ ഇവിടുത്തെ ഒരു മാറ്റം എന്തൊക്കെയാണ് എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാനുണ്ട്. അതുമാത്രമല്ല, ചില പ്രധാനപ്പെട്ട കാര്യങ്ങളും കൂടി പ്രേക്ഷകരിലേക്ക് അറിയിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. ആറുവരിപ്പാത വരുന്നത് വലിയൊരു ആഘോഷത്തോടെ നോക്കിക്കണ്ടവരാണ് നമ്മൾ ഓരോരുത്തരൊക്കെ. പക്ഷേ ആറുവരിപ്പാതയിലേക്ക് ഇനി ഏതൊക്കെ വാഹനങ്ങൾക്ക് എൻട്രി വെക്കാൻ സാധിക്കും എന്നുള്ളതൊക്കെ നമുക്ക് ഇതിലൂടെ ഒന്ന് പങ്കുവെക്കാനുണ്ട്. മാത്രമല്ല, പുത്തനത്താണിയിൽ നിന്നും വളാഞ്ചേരി ഭാഗത്തേക്ക്, അതായത് മുന്നോട്ട് പോകുമ്പോൾ ആറുവരിപ്പാതയിലേക്ക് കയറാനുള്ള അവസരം ഉണ്ട് എന്നുള്ളതാണ്. ആറുവരിപ്പാതയിൽ നിന്ന് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ വെട്ടിച്ചിറ കഴിഞ്ഞ് ടോൾ പിരിവിൻ്റെ അവിടെ എത്തണം. കരിപ്പോളിൻ്റെയും വെട്ടിച്ചിറയുടെയും മധ്യത്തിൽ ഇറങ്ങാൻ സാധിക്കുള്ളൂ എന്നർത്ഥം. അതുപോലെ തന്നെ ഹൈവേ നിന്ന് ഇറങ്ങാനും അതേ പോയിന്റിൽ തന്നെ നമുക്ക് സർവീസ് റോഡിലേക്ക് ഇറങ്ങാനുള്ള ഒരു എക്സിറ്റും കൂടി അവിടെ നമുക്ക് കാണാൻ സാധിക്കും. പാലത്തിൻ്റെ മുകളിൽ നിന്ന് നോക്കിയാൽ വളാഞ്ചേരി ഭാഗത്തുനിന്ന് വാഹനങ്ങൾ ചീറിപ്പായുന്ന കാഴ്ചകളാണ് പ്രേക്ഷകർ ഇവിടെ കാണുന്നത്. സർവീസ് റോഡിലൂടെ സർവീസ് ബസ്സുകൾ ഇടവിട്ട് പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനി നമുക്ക് ഈ സർവീസ് റോഡിലൂടെ, അതായത് വളാഞ്ചേരി ഭാഗത്തേക്ക് പോകുമ്പോൾ സർവീസ് റോഡിലൂടെ മുന്നോട്ട് പോവുകയാണ്. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഈ റൂട്ടിലാണ് നമുക്ക് നേരത്തെ കാണുന്ന ഇവിടുത്തെ വേഗത എന്തുമാത്രമൊക്കെയാണ് ഇവയിലൂടെയുള്ള എന്നൊക്കെ ചൂണ്ടിക്കാണിക്കുന്ന ബോർഡുകൾ അവിടെ ഇടവിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സർവീസ് റോഡിലൂടെ ആറുവരിപ്പാതയിലേക്ക്, ഹൈവേയിലേക്ക് കയറാനുള്ള ഒരു എൻട്രി ഭാഗവും ഇതേ റൂട്ടിൽ തന്നെയാണ് ഉള്ളത്. അതായത് മാട്ടിൽ ടവറിൻ്റെ, പഴയ മാട്ടിൽ ടവറിൻ്റെ ഫ്രണ്ടിലായിട്ട് നമുക്ക് ഇതിലേക്ക് കയറാനുള്ള ഒരു സംവിധാനം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇതിലൂടെ ഇറങ്ങാൻ സാധിക്കില്ല എന്നുള്ളതാണ്. എൻട്രി മാത്രമേ ഉള്ളൂ. അതുമാത്രമല്ല, അവിടെ തന്നെ ബോർഡിൽ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് ഏതൊക്കെ വാഹനങ്ങൾ അങ്ങോട്ട് കയറാൻ പാടില്ല എന്ന് അവിടെ മെൻഷൻ ചെയ്ത ബോർഡുകൾ പ്രേക്ഷകർ കാണുന്നുണ്ടാകും. കാൽനട യാത്രക്കാർ, അതുപോലെ തന്നെ ട്രാക്ടർ, ഓട്ടോറിക്ഷ, ബൈക്ക്, ഇത്തരം വാഹനങ്ങൾക്ക് ഹൈവേയിലേക്ക് കയറാൻ പാടില്ല, അത് ബാൻ ചെയ്തിരിക്കുന്നു എന്ന ഒരു ബോർഡാണ് അവിടെ നമ്മൾ കണ്ടത്. അത് കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോയാൽ നമ്മൾ ചുങ്കത്തെത്തുന്ന സമയത്ത് ഇവിടുന്ന് വേണം നമുക്ക് പുത്തനത്താണിയിലേക്ക് റിട്ടേൺ വരണമെന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ തിരുനാവായ റൂട്ടിലേക്ക്, ചുങ്കം വഴി തിരുനാവായക്ക് പോകുന്ന റോഡൊക്കെ ഉണ്ട്, അതിലേക്കൊക്കെ ടച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ പാലത്തിൻ്റെ ചുവട്ടിലൂടെ മറു സൈഡിലേക്ക് കടക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അവിടെ യൂട്ടേൺ അടിക്കാനുള്ള സംവിധാനം, അതായത് സർവീസ് റോഡിലൂടെ യൂട്ടേൺ അടിക്കാനുള്ള ഒരു സംവിധാനം അവിടെ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ വെട്ടിച്ചിറ ഭാഗത്തേക്ക് നമ്മൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഗുൽമിനാറൊക്കെ കഴിഞ്ഞ് നമ്മൾ വെട്ടിച്ചിറ പാലം, അവിടെ ഒരു ബ്രിഡ്ജ് വന്നിട്ടുണ്ടല്ലോ, ആ ബ്രിഡ്ജിൻ്റെ തായ് ഭാഗത്തൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മറ്റു സർവീസ് റോഡിലേക്ക് പാസ് ചെയ്യാൻ പറ്റും. അതായത് പൂളമംഗലം ഭാഗത്തേക്ക് പാസ് ചെയ്യാൻ, അതുപോലെ തന്നെ അവിടുന്ന് റിട്ടേൺ പുത്തനത്താണി ഭാഗത്തേക്ക് വരാനുള്ള ഒരു സർവീസ് റോഡിലൂടെ ആയിട്ടുള്ള ഒരു യൂട്ടേൺ ഭാഗങ്ങളാണതൊക്കെ. നമ്മളെന്തായാലും വെട്ടിച്ചിറ എത്തിയിട്ടുണ്ട്. വെട്ടിച്ചിറ ടൗണിൽ നിന്ന് നമ്മൾ ഈ പാലത്തിൻ്റെ തായ് ഭാഗത്തിലൂടെ നമ്മൾ മറു സൈഡിലേക്ക് കിടക്കുകയാണ്. ഇവിടെ നിന്ന് പോകുമ്പോൾ വരുന്നൊരു പ്രശ്നമുണ്ട്. അതായത് വളാഞ്ചേരി ഭാഗത്തുനിന്ന് വരുന്ന ആളുകൾ നേരിടുന്ന മറ്റൊരു പ്രതിസന്ധിയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഈ റോഡിലൂടെ നമ്മളിങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പൂളമംഗലം റോഡ് നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കുമ്പോൾ പൂളമംഗലം റോഡിൻ്റെ ആ ഭാഗത്തുനിന്ന് വരുന്ന ആളുകളൊക്കെ എത്രയോ റൗണ്ട് ചെയ്തിട്ട് വേണം തിരിച്ച് മറു സൈഡിലേക്ക് എത്താൻ. കാരണം പൂളമംഗലം റൂട്ടിൽ നിന്നും ഒരാൾക്ക് നേരിട്ട് വെട്ടിച്ചിറയിലേക്ക് വരാൻ സാധിക്കില്ല എന്നുള്ളതാണ്. തൊട്ടടുത്താണ് വെട്ടിച്ചിറ ടൗണെങ്കിലും അവർ റോഡിൻ്റെ ലെഫ്റ്റ് പിടിച്ച്, സർവീസ് റോഡിൻ്റെ ലെഫ്റ്റ് പിടിച്ച് ചുങ്കത്ത് പോയിട്ട് വേണം റൗണ്ട് ചെയ്ത് തിരികെ വെട്ടിച്ചിറയിലേക്ക് വരാൻ എന്നുള്ളതാണ്. എങ്കിലും റോഡിൻ്റെ സൈഡ് ഭാഗങ്ങളൊക്കെ അരുചാരിയൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചുളിവിൽ വെട്ടിച്ചിറ ടൗണിലേക്ക് കയറുന്ന വിദഗ്ധന്മാരൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അതിലൂടെ. എന്തായാലും ലീഗലായ റൂട്ടിലൂടെ ഇപ്പം നമ്മൾ കടന്നു പോകുകയാണ്. വളാഞ്ചേരിയിൽ ഭാഗത്തുനിന്ന് ഒക്കെ വരുന്ന ആളുകൾ ഈ സർവീസ് റോഡിലൂടെ ഇങ്ങനെ പോയതിന് ശേഷം ചുങ്കം ബ്രിഡ്ജിൻ്റെ തായ് ഭാഗത്തിലൂടെ ഇവിടെ ഒന്ന് റൗണ്ട് അടിച്ചതിന് ശേഷം വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, പഴയ ഹൈവേയിലേക്ക് കയറുകയാണ്. അതായത് വെട്ടിച്ചിറക്ക് പോകുന്ന ഹൈവേയിലേക്ക് കയറുകയാണ്. അവിടുന്ന് വീണ്ടും തിരിഞ്ഞതിന് ശേഷം ചുങ്കത്തിലേക്ക് തിരികെ വരികയാണ്. ഇവിടെ നിന്ന് ലെഫ്റ്റ് പിടിച്ചാൽ നമുക്ക് പുത്തനത്താണി ഭാഗത്തേക്കും, അതുപോലെ തന്നെ റൈറ്റ് പിടിച്ചാൽ വെട്ടിച്ചിറ ഭാഗത്തേക്കും പോകാൻ സാധിക്കും. എന്തായാലും നമ്മൾ ഈ യാത്ര ആരംഭിച്ചത് പുത്തനത്താണി ബ്രിഡ്ജിൻ്റെ അവിടെ നിന്നാണ്. തിരികെ നമ്മൾ അങ്ങോട്ട് തന്നെയാണ് പോകുന്നത്. ആ പോകുന്ന വഴിയിലുള്ള ഇതുപോലെയുള്ള ടിസ്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നാണ് വീഡിയോയിൽ ഉദ്ദേശിച്ചത്. എന്തായാലും നമ്മുടെ ചുങ്കത്ത് എത്തിയതിന് ശേഷം പാലത്തിൻ്റെ ചുവട്ടേക്ക് തായ് ഭാഗത്തേക്ക് വീണ്ടും ഇറങ്ങുകയാണ്. ഇവിടെ ഇറങ്ങിയതിന് ശേഷം നമ്മൾ പാലത്തിൻ്റെ താഴെ കൂടി വീണ്ടും ഒരു റൗണ്ടും കൂടി പൂർത്തിയാക്കിയാൽ നമുക്ക് പുത്തനത്താണി ഭാഗത്തേക്ക് എത്താനുള്ള സർവീസ് റോഡിൽ ടച്ച് ചെയ്യും. ഇതേ റോട്ടിൽ നിന്ന് തന്നെയാണ് ചുങ്കത്ത് നിന്ന് തിരുനാവായ ഭാഗത്തേക്ക്, അതായത് കുറ്റ്യാടത്താണി ഭാഗത്തേക്ക് എത്തിച്ചേരുന്ന റോഡ് ആരംഭിക്കുന്നത്. അങ്ങോട്ട് പോകുന്ന ആളുകൾക്കും ഇങ്ങനെ ഈ റോഡ് തന്നെ ഉപയോഗപ്പെടുത്തണം. അതായത് പാലത്തിൻ്റെ തായ് ഭാഗത്തിലുള്ള ഈ റൗണ്ട് അടിച്ചതിന് ശേഷം മാത്രമേ അങ്ങോട്ടും പോകാൻ സാധിക്കുള്ളൂ എന്നുള്ളതൊക്കെ ഇപ്പോൾ നമുക്ക് ചെറിയ രീതിയിൽ ബുദ്ധിമുട്ടാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കുറ്റ്യാടത്താണി ഭാഗത്തേക്ക് എത്തിച്ചേരുന്ന റോഡിലേക്കുള്ള ആരോമാർക്കും ബോർഡും നിങ്ങളോട് കണ്ടിട്ടുണ്ടാകും. ഇനി നമ്മൾ സർവീസ് റോഡിലൂടെ പുത്തനത്താണി ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോവുകയാണ്. ഈ പോകുന്ന റൂട്ടിൽ നമുക്ക് ഒരു കാര്യം കൂടി ഇവിടെ കാണാനുണ്ട്. അതായത് പുത്തനത്താണി ഭാഗത്തു നിന്നും നമ്മൾ വളാഞ്ചേരി ഭാഗത്തേക്ക് പോകുമ്പോൾ ആറുവരിപ്പാതയിലേക്ക് കയറാനുള്ള എൻട്രി ആണെങ്കിൽ
അവിടുന്ന് എക്സിറ്റ് ചെയ്യാനുള്ള ഭാഗം അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലൂടെ നമുക്ക് ഇതിലൂടെ പുത്തനത്താണി ഭാഗത്തേക്ക് പുറത്തേക്ക് കടക്കാൻ സാധിക്കും എന്നുള്ളത് ഇപ്പോൾ കടന്നുപോയ വഴികൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഇനി നമ്മൾ പുത്തനത്താണി ബ്രിഡ്ജിൻ്റെ ഭാഗത്തേക്ക്, അതായത് ബസ് സ്റ്റാൻഡിൻ്റെ ആ സൈഡിലൂടെ തെയ്യമ്പാട്ടിൽ പെട്രോൾ പമ്പൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. അതിലൂടെ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അതായത് നമ്മൾ തുടക്കം കുറിച്ചത് പുത്തനത്താണി ബ്രിഡ്ജിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിൽ തിരികെ നമ്മൾ അവിടം വരെ എത്തുന്ന ഒരു കാഴ്ചയാണ്. ഇതിനിടയിൽ വരുന്ന ചില മാറ്റങ്ങൾ, അതിൻ്റേതായിട്ടുള്ള ചില പ്രതിസന്ധികളൊക്കെ നിങ്ങളൊന്ന് പരിചയപ്പെടുത്തുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാം നമ്മൾ ശീലിക്കുമ്പോൾ നമുക്കതൊക്കെ ഈസിയായി മാറും എന്നുള്ളതാണ്. എന്തായാലും നാട്ടിൽ വികസനങ്ങൾ നടക്കട്ടെ, നമ്മുടെ നാടും ആധുനിക റോഡുകളൊക്കെ വന്ന് നിറഞ്ഞു നിൽക്കട്ടെ എന്നും കൂടി ആശംസിക്കുകയാണ്. ഇനി പുത്തനത്താണി ഇപ്പം നമ്മൾ നേരത്തെ കണ്ട ബ്രിഡ്ജും പരിസരവും രാത്രിയിൽ എങ്ങനെ ഉണ്ടാകും എന്ന കാഴ്ചകളാണ് പ്രേക്ഷകരുടെ കാണുന്നത്. ഇതോടുകൂടി ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യും. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായ നിർദ്ദേശങ്ങൾ അറിയിക്കാൻ മറന്നു പോകരുത്. ഇഷ്ടമായൊരു ലൈക്ക് സമാനമായി നൽകാനും നിങ്ങളുടെ വേണ്ടപ്പെട്ടവരിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി വീഡിയോ ഷെയർ ചെയ്യാനും മറന്നു പോകരുത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ്. ജയ് ഹിന്ദ്.